അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കണിലെ പ്രശ്നങ്ങൾ അതീവ ഗുരുതര അവസ്ഥയിലേക്ക് നീങ്ങുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. പശ്ചിമേഷ്യയിൽ ദീർഘകാലമായി തുടർന്നത് ജീവനക്കാരുടെ മാനസിക ആരോഗ്യത്തെ ബാധിച്ചെന്ന് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കും. ഈ കപ്പലിന് പകരക്കാരനായി USS ജോർജ് വാഷിംഗ്ടൺ എന്ന വിമാനവാഹിനി കപ്പൽ പശ്ചിമേഷ്യയിലേക്ക് അയക്കാൻ അമേരിക്ക തീരുമാനിക്കുകയും ചെയ്തു. USS ജോർജ് വാഷിംഗ്ടൺ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് നീങ്ങുകയാണെന്ന് അമേരിക്കൻ നാവികസേനയുടെ പ്രസ്താവനകൾ വ്യക്തമാക്കുന്നുണ്ട്. മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു യാത്ര എന്നാണ് US ഉദ്യോഗസ്ഥർ ദ വാൾ സ്ട്രീറ്റ് ജേർണലിനോട് പറഞ്ഞത്. കടലിൽ 250 ദിവസത്തിലകം പിന്നിട്ടതോടെ കപ്പലിലെ നാവികർ കടുത്ത മാനസിക സമ്മർദ്ദവും മോശം ജീവിത സാഹചര്യങ്ങളും നേരിടുന്നതായി മാധ്യമ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. കുടുംബാംഗങ്ങളും ജനപ്രതിനിധികളും ഇതിൽ ആശങ്ക രേഖപ്പെടുത്തിയതോടെയാണ് ഈ കപ്പൽ പിൻവലിക്കാൻ നടപടികൾ സ്വീകരിക്കുന്നത്. ചില നാവികർ ഈ കപ്പലിൽ നിന്ന് കടലിലേക്ക് ചാടാൻ ശ്രമിച്ചതായും അവരെ സഹപ്രവർത്തകർ തടഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട്. ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഈ വിമാനവാഹിനി കപ്പലിലെ 5000-ഓളം വരുന്ന നാവികരും സൈനികരും കഴിഞ്ഞ വർഷം നവംബർ 21-നാണ് പസഫിക് മേഖലയിലെ വിന്യാസത്തിനായി പുറപ്പെട്ടത്. ഫെബ്രുവരി 28-ന് ഇറാനുമായി അമേരിക്ക യുദ്ധം തുടങ്ങിയതോടെ ഈ കപ്പൽ പശ്ചിമേഷ്യയിലേക്ക് വഴിതിരിച്ചു വിടുകയായിരുന്നു. കപ്പൽ ഇപ്പോൾ തുറമുഖങ്ങളിലൊന്നും അടുപ്പിക്കാതെ തുടർച്ചയായി 200-ൽ-അധികം ദിവസങ്ങൾ പൂർത്തിയാക്കിയതായി ജനപ്രതിനിധികളും പറയുന്നു. ഇത് ജീവനക്കാർക്ക് മാനസിക ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുണ്ട്. അത്യാവശ്യ സാധനങ്ങളുടെ ക്ഷാമവും മോശം ജീവിത സാഹചര്യങ്ങളും ബന്ധുക്കൾ ചൂണ്ടിക്കാണിക്കുന്നു. കേടായ ടോയ്ലറ്റുകൾ, ചൂടുവെള്ളം ലഭിക്കാത്തത്, സാധനങ്ങളുടെയും ഭക്ഷണത്തിന്റെയും ക്ഷാമം എന്നിവയെക്കുറിച്ചും പരാതിയുണ്ട്. കപ്പലിലെ ശുചിമുറികളെല്ലാം തന്നെ തകർന്ന നിലയിലാണ്. മാസങ്ങളോളം ചൂടുവെള്ളം ഇല്ലാതെയാണ് കുളിക്കലും മറ്റും. ഉപയോഗത്തിന് ലഭിക്കുന്നത് മലിനജലമാണ്. പ്ലംബിംഗ് പ്രശ്നങ്ങൾ, സുരക്ഷാ വീഴ്ചകൾ, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ നാവികരുടെ കുടുംബാംഗങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ എബ്രഹാം ലിങ്കണിൽ മാനസികാരോഗ്യ പ്രതിസന്ധി രൂക്ഷമാകുന്നു എന്ന അവകാശവാദങ്ങളെ അമേരിക്കൻ നാവികസേന തള്ളിക്കളയുകയാണ്. നാവികർ കൂട്ടത്തോടെ കടലിൽ ചാടാൻ പോയ സംഭവവും അധികൃതർ നിഷേധിക്കുകയാണ്. ഇതോടൊപ്പം എബ്രഹാം ലിങ്കണിലെ നാവികരുടെ കുടുംബാംഗങ്ങളും നാട്ടിൽ പ്രതിഷേധം നടത്തുന്നുണ്ട്. സാന്റിയാഗോയിൽ കുടുംബാംഗങ്ങൾ ചേർന്ന് ഒരു യോഗം നടത്തുകയുണ്ടായി. കപ്പൽ എപ്പോൾ മടങ്ങി എത്തുമെന്ന കാര്യത്തിൽ അധികൃതർക്ക് യാതൊരു വ്യക്തതയും ഇല്ലാത്തത് കുടുംബാംഗങ്ങളെ രോഷാകുലരാക്കിയിരിക്കുകയാണ്. നാവികരുടെ ജോലിക്കാലാവധി 2026 മെയ് മാസത്തിൽ അവസാനിക്കുകയും ചെയ്തിരുന്നു. കപ്പലിലെ നാവികരുടെ ജീവിതത്തെ ചൊല്ലി ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 6 വ്യാഴാഴ്ച സാന്റിയാഗോയിലെ ടൗൺ ഹാളിൽ ഇവരുടെ കുടുംബാംഗങ്ങളും നാവിക ഉദ്യോഗസ്ഥരുമായി തർക്കമുണ്ടായെന്ന് സ്റ്റാർസ് ആൻഡ് സ്ട്രൈപ്സും റിപ്പോർട്ട് ചെയ്തു. ഞാൻ നാളെ രാവിലെ എഴുന്നേൽക്കില്ലെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് തന്റെ ഭർത്താവ് ഒരു മെസ്സേജ് അയച്ചതായി ഒരു സ്ത്രീ നേവി ആക്ടിംഗ് സെക്രട്ടറി ഹങ് ചോവിനോട് പറഞ്ഞു. നാവികരുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ ഇടപെടലുകൾ ഉണ്ടാകണമെന്നാണ് ഇവരുടെ കുടുംബാംഗങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇതിനകം തന്നെ USS ജോർജ് വാഷിംഗ്ടൺ യാത്ര തുടങ്ങിയിട്ടുണ്ട്. വിയറ്റ്നാമിലെ ഡാനാങ്ങിൽ നിന്ന് പുറപ്പെട്ട USS വാഷിംഗ്ടൺ സിംഗപ്പൂർ കടലെടുക്കും മലാക്ക കടലെടുക്കും പിന്നിട്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് നീങ്ങുകയാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ ലിങ്കണിലെ പ്രശ്നങ്ങൾ മൂലമല്ല ഈ നീക്കമെന്നും അമേരിക്കൻ അധികൃതർ പറയുന്നു.